ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഷോർട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ദ ഗ്രേറ്റ് ബുദ്ധയും ദ ഗ്രേറ്റ് പക്കോടയായിരുന്നു. അവിടുന്ന് കുറച്ച് നടന്ന് ഒരു ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന അമ്പലമായി കേട്ടോ. നല്ലൊരു സ്മോൾ ബ്രിഡ്ജും, അതായത് ഇതിൻ്റെ നടുക്ക് ഒരു കാനലാണ്. ഇതിലൊക്കെ ഈ ലോങ് ടെയിൽഡ് ബോട്ട്സൊക്കെ പോകുന്ന യാത്രയാണ്. ഈ യാത്രയ്ക്ക് ഞങ്ങൾ പോയിരുന്നു, ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ബ്രിഡ്ജ് കിടന്ന് നമ്മൾ വന്നേക്കുന്നത് വട്ട് കുങ് ചങ് ടെമ്പിളിലാണ് കേട്ടോ. ഇവിടെ കുറേ ഇതുപോലത്തെ അമ്പലങ്ങളാണ്. ആ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ വലിയൊരു സ്റ്റാച്ചു, ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല രസമാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ ഇങ്ങനെ നാരങ്ങ വെള്ളം നിൽക്കുന്ന ഒരു സ്റ്റാൻഡും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് രസമുള്ള കുറേ അമ്പലങ്ങളുടെ ഒരു ചെറിയ റോഡ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡ് ദൈവങ്ങൾ, അതായത് തായ്ലൻഡിലെയും ബർമീസ് ട്രഡീഷനും കൂടി അനുസരിച്ചിട്ടുള്ള കുറേ ദൈവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ടെമ്പിൾ കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് ഇന്ത്യൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ദേ ഇരിക്കുന്നുണ്ടല്ലേ നമ്മുടെ ഗണപതി ആണ് ഇരിക്കുന്നത്. അതുപോലെ ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനും ഇതിൻ്റെ അകത്ത് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസും ഭയങ്കര പോസിറ്റിവിറ്റിയും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ കണ്ട ഒരു അടിപൊളി സംഭവമാണ് ഇത്. കണ്ടോ, ഡോളിൻ്റെ പോലെ, അതായത് എന്തോ കുഞ്ഞു പിള്ളേരുടെ പോലെ അങ്ങനെ ദൈവങ്ങളെ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ആരാധിക്കുന്ന ഒരു അമ്പലവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. തീർച്ചയായിട്ടും സമയം കിട്ടിയാൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്.